ഹലോ ഗേസ്, അസ്സലാമലൈക്കും. ഞാൻ ടൗണിലേക്ക് പോകുന്ന കേട്ടാ. എന്താണെന്ന് വെച്ചാൽ മോളത്തെ നാളെ പിറന്നാളല്ലേ, അപ്പോൾ എന്തെല്ലോ വാങ്ങാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻ്റെ യൂട്യൂബിൽ ഫ്രണ്ട് പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. അവരവർക്ക് വലിയൊരു ഗിഫ്റ്റ് അത് എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് ജീവിതത്തിലൊരു വലിയ ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം വേറെ ആളെ വയ്യാന്ന് അത് വിട്ടത് അതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എൻ്റെ മോൾക്ക്. അതന്നെ എനിക്ക് വല്ലാതൊരു സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലൊരു ഫ്രണ്ട് അത് പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് പേര് പറയാതെ. അല്ലെങ്കിൽ പേര് പറയട്ടീനും പേര് പറഞ്ഞൂടാന്ന് അത്രക്കും പറഞ്ഞുകൊണ്ട് മാത്രമേ പേര് പറയുന്നില്ല. അപ്പം ഞാൻ ടൗണിലെല്ലാം പോയിട്ട് വരുന്നേ. അപ്പം കിട്ടുന്ന വീഡിയോയിൽ എടുക്കാട്ടെ. ചാർജ് 20% ഇല്ല. എൻ്റെ ഫോണിലെ അവസ്ഥയാകുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. ഇപ്പം 20% ഉണ്ട്, ഞാനും ഉണ്ട് അതിൽ ഞാൻ പോകുന്നു. അപ്പം എൻ്റെ ലുക്കെല്ലാം എങ്ങനെ, അപ്പം നമുക്ക് പോകുന്ന വഴിക്കെല്ലാം ഓരോരോ വീഡിയോസെല്ലാം എടുക്കാം അല്ലേ. ഇപ്പം നല്ല തലവേദന ഉണ്ട് എനിക്ക് രാവിലെ, എന്താണെന്ന് വെച്ചാൽ അറിയില്ല. അപ്പം നമ്മൾ പോകുന്നു. വന്ന് ഓരോരോ വീഡിയോ ആയിട്ട് കാണാട്ടെ നമുക്ക്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞാൻ ഫാൻസിയും ബലൂൺ ഇതെല്ലാം വാങ്ങാൻ പോയി. അങ്ങനെ വെയിലല്ലേ, മാംഗോ ബാർ തോന്നുന്നു. മാംഗോ ബാർ ക്ഷീണത്തിന് അന്ന് മേടിച്ച് തിന്നു. അപ്പം എൻ്റെ മോനെ കണ്ണട വേണമെന്നൊരു കണ്ണട മേടിച്ച് കൊടുത്തിട്ട് അവൻ പറഞ്ഞ് ഉമ്മ വെക്കുക. അങ്ങനെ ഞാൻ വെച്ചിട്ടില്ല സീനാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പയ്യന്നൂരിന്ന് രാവിലെ ഒരു കൊറിയലുണ്ടാറിൻ്റെ വിളിച്ചിട്ടുണ്ടായിന്. അത് ഞാൻ അറിയില്ല കേട്ടോ. അറിയുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് എൻ്റെ ചങ്ങായി കൊടുത്തു വിട്ടത്. എൻ്റെ രംഗം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ രംഗം എന്താണെന്ന് വെച്ചാൽ. അത് കാണുമ്പോൾ ഞാൻ നെട്ടിപ്പോയി പറയുമ്പോൾ ഇങ്ങനത്തെ ആൾ കൊടുത്തേക്കുമ്പോൾ വല്ലാതൊരു നല്ല സന്തോഷമായി. ആളെ പേര് ഷെയ്റാന്ന് കേട്ടോ. പടന്നക്കാടിലെ ഷെയ്റാകാൻ എനിക്ക് കേക്ക് കൊടുത്തു വിടുന്ന വേറെ ആളെ കയ്യിൽ. അപ്പം എന്നോട് ഒന്നും പറയുന്നില്ല. സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യുന്ന കൊറിയലുണ്ട്, പേയ്മെൻറ്റെല്ലാം അടച്ചു എന്ന് പറഞ്ഞു. അറിയുമ്പോൾ നല്ല കേക്കാണ്. മാഷാ അല്ലാഹ്, എനിക്ക് വലിയ സന്തോഷമായി. അവൾ ഓർമ്മിച്ചല്ലോ എൻ്റെ മോളെ പിറന്നാൾ. വല്ലാതൊരു സന്തോഷം, കിട്ടാതൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. വെച്ചാൽ എൻ്റെ മോളെ പേര് വരെ അതിൽ സേവ് ആക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഫാത്തിമത്ത് ഷെറിന്ന്. വല്ലാതൊരു സന്തോഷമായി. അവളെ കാണുമ്പോൾ ഷെയ്റാന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമായി. അപ്പം അവൾക്കും അവളെ കുടുംബത്തിനും ആരോഗ്യ ആഫിയത്ത് നൽകട്ടെ. എന്താ വെച്ചാൽ അത്രക്കും പ്രിയപ്പെട്ട ഗിഫ്റ്റ് ആയിപ്പോയി എനിക്ക്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു പറയുമ്പോൾ. ഇത് മാത്രമല്ല, യൂട്യൂബിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട് എനിക്കിന്ന്. ഡ്രസ്സായിട്ടും അതുമായിട്ടും എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന്. ആരും പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരും പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞോട് ഞാൻ പേര് പറഞ്ഞ ഗിഫ്റ്റ് കാണിച്ചു തരാം, ഗിഫ്റ്റെല്ലാം കാണിച്ചു തരാം. അപ്പം എനിക്ക് വല്ലാതൊരു സന്തോഷമായി. എന്താ വെച്ചാൽ എൻ്റെ പേര് അവൾ ഓർത്തല്ലോ, ആ സമയത്ത് എന്നെ ഓർത്തല്ലോ എന്നുള്ള ഒരു സന്തോഷം വന്നു. 1 മുതൽ 7 വരെ ഞങ്ങൾ ഒന്നാകെ പഠിച്ചത്. ഇപ്പോൾ അവൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പം അവൾക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ പോയി. അതുകൊണ്ട് വേറെ ആളെ വയ്യാന്ന് എത്തിച്ചേട്ടാ.